ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഇറ്റ്സ് ഓൾ അബൌട്ട് മൂഫൂസ്. ഇന്നത്തെ ഡിന്നർ ഇതാണ് കേട്ടോ, ഫ്രഞ്ച് ഫ്രൈസും നഗറ്റ്സും. ഇത് പുറത്തുനിന്ന് ഫ്രോസൺ ആയിട്ടുള്ള ഫ്രൈസ് ആൻഡ് നഗറ്റ്സ് വാങ്ങിയിട്ട് ഇവിടെ എണ്ണയിലിട്ട് പൊരിക്കുന്നു. അപ്പം നിങ്ങൾ വിചാരിക്കും എൻ്റെ സ്റ്റോറി കേട്ടാൽ പിന്നെ എന്തിനു നീ പേര് മാറ്റിയെന്ന്. എനിവേ, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ എൻ്റെ വ്ളോഗിൽ ഞാൻ പറഞ്ഞു എന്തുകൊണ്ടാണ് ഞാൻ ഈറ്റ് വിത്ത് മൂഫൂസ് മാറ്റി ഇറ്റ്സ് ഓൾ അബൌട്ട് മൂഫൂസ് ആക്കിയെന്ന് വെച്ചാൽ ആ സ്റ്റോറി പറയാനാണ്. ഇത് തന്നെയാണ് ഗൈസ് മെയിൻ ആയിട്ടുള്ള കാരണം. ഈറ്റ് വിത്ത് മൂഫൂസ് എന്ന് പറയുമ്പോൾ ലൈക്ക് നമ്മൾ എപ്പോഴും ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കണം. ഞാനിത് തുടങ്ങുക, ഈ ചാനൽ തുടങ്ങി അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് തുടങ്ങിയതും അതൊരു എന്താ പറയാ ഫുഡ് വ്ളോഗ്, ലൈക്ക് ഈ ഫുഡ് വ്ളോഗ് എക്സ്പ്ലോർ ഒക്കെ ചെയ്യാൻ വിചാരിച്ചിട്ടായിരുന്നു ഞാൻ അത് തുടങ്ങിയത്. ആദ്യമൊക്കെ ഞാൻ ആ ചാനലിൽ ഫുൾ ഫുഡിൻ്റെത് ഞാൻ പോയി കഴിക്കുന്നതാണെങ്കിലും എന്താണെങ്കിലും ഫുൾ ഫുഡിൻ്റെ വീഡിയോ മാത്രമേ ഇട്ടിനുള്ളൂ, ഇട്ടിരുന്നുള്ളൂ. പക്ഷെ ഞാൻ അറിഞ്ഞില്ല, ഞാൻ അറിയാത്തന്നെ ഞാൻ ഇങ്ങനെ തടി വെച്ച് മണ്ണം വെച്ച് വരുന്നുണ്ടെങ്കിൽ തിന്ന്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പം ഞാൻ എന്നെ തന്നെ നോക്കാൻ തുടങ്ങി. ഗൈസ്, ഞാൻ റിയലൈസ് ചെയ്യുന്നു വാട്ടെന്നറിയോ, ഞാൻ എന്ത് കഴിക്കണം പുറത്ത് പോയിട്ട് ഫുൾ ഫുഡ് അടി അത് വ്ളോഗായിട്ടിരുന്നു, എന്നാലിട്ട് വ്യൂസ് ഇട്ടില്ലായിരുന്നു. ബട്ട് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഞാൻ ലൈക്ക് തടി വെക്കാൻ തുടങ്ങി. അപ്പം എനിക്ക് എന്നെ റിഗ്രറ്റ് ആയി. എനിക്ക് ഈ പണി പറഞ്ഞിട്ടുള്ളതല്ല. ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ എന്നെക്കൊണ്ട് ആ പരിപാടി നടക്കില്ല എന്ന് മനസ്സിലായി. എനിക്ക് ലൈക്ക് ചില ടൈം കഴിക്കണം, ചില ടൈം ഡയറ്റ് എടുക്കണം, ചില ടൈം പട്ടിണി എടുക്കണം. അങ്ങനത്തെ ഒരു ഇതിൽ എൻ്റെ എന്താ പറയുക തടി മെയിൻറ്റെയിൻ ചെയ്തതാണ്. ഇത് ഫുഡ് വ്ളോഗിങ് ചാനൽ തുടങ്ങി അങ്ങനെ ഇങ്ങനെ ഞാൻ തടിച്ച് വരാൻ തുടങ്ങിയപ്പോൾ ഞാൻ കുറച്ച് നെർവസായി. സോ ഐ ഡ്രോപ്പ് ഇറ്റ് ആൻഡ് ഈറ്റ് വിത്ത് മൂഫൂസ് മാറ്റി ഞാനത് ഇറ്റ്സ് ഓൾ അബൌട്ട് മൂഫൂസിലേക്ക് ആക്കി. അതാകുമ്പോൾ എല്ലാം കാണിക്കാമല്ലോ. ആ പേര് മാത്രമായിട്ട് ഫുഡിൻ്റെ മാത്രം കാണിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ലൈഫ് സ്റ്റൈല് വ്ളോഗിങ്, നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്ന ട്രാവല് ഒക്കെ കാണിക്കാമല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു ഈറ്റ് വിത്ത് മൂഫൂസ് മാറ്റി ഒരു പേര് കണ്ടെത്തിയതാണ് ഇറ്റ്സ് ഓൾ അബൌട്ട് മൂഫൂസ്. അപ്പം ഞാൻ അതിൽ ഒതുങ്ങിക്കൂടി. ആൻഡ് ഇപ്പം ഞാൻ തിന്നുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇവളെന്തിനാ ഇത് മാറ്റിയതെന്ന്. ബട്ട് എനിക്ക് തിന്നാതിരിക്കാനും പറ്റൂല, ഞാനത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ബട്ട് ഇതിനു മുന്നേ ആ പേരിട്ടപ്പം ഇങ്ങനെ ഒരു മൈൻഡിലൊരു ഇതുണ്ട്, അല്ല ഫുഡ് വ്ളോഗിങ് ചാനലല്ലേ തുടങ്ങിയത്, അപ്പോൾ ലൈക്ക് ഫുഡിൻ്റെ വ്ളോഗ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കണ്ടേ, ഏതെങ്കിലും സ്പോട്ടിൽ പോയി ഫുഡ് ഇങ്ങനെ കഴിക്കണ്ടേ, അത് വീഡിയോ എടുത്തിടണ്ടേ, അങ്ങനെ ഫുൾ മോട്ടി. സോ അത് നമുക്ക് പറഞ്ഞ പണിയല്ല, വല്ലപ്പോഴും തിന്നുന്നേ നോക്കൂല, എപ്പോഴും ഇങ്ങനെ വാരി വലിച്ച് തിന്നുന്നുണ്ട്. സോ ഞാൻ എന്ത് ചെയ്ത് ഗൈസ് എൻ്റെ ഈറ്റ് വിത്ത് മൂഫൂസ് മാറ്റി ഇറ്റ്സ് ഓൾ അബൌട്ട് മൂഫൂസ് എന്നുള്ള പേരിലേക്ക് മാറ്റി. നൈസ്. ഇതൊരു ഷോർട്ട് സ്റ്റോറിയാണോ, അതാണ് എൻ്റെ സ്റ്റോറി. ഈറ്റ് വിത്ത് മൂഫൂസിൽ നിന്ന് ഇറ്റ്സ് ഓൾ അബൌട്ട് മൂഫൂസിലേക്ക് മാറിയ സ്റ്റോറി. എപ്പോഴും ഇങ്ങനെ കുത്തിയിരുന്ന് തിന്നുന്ന പണി എനിക്ക് പറ്റൂല. അതുകൊണ്ട് ഞാൻ ഓൺലി ഈറ്റിംഗ് മാത്രം ആക്കാതെ ബാക്കിയുള്ളതും കൂടി ഇൻക്ലൂഡ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇറ്റ്സ് ഓൾ അബൌട്ട് മൂഫൂസ് എന്നാക്കിയത്. ഇറ്റ്സ് ഓൾ അബൌട്ട് മീ. എനിക്ക് നല്ല പേര് കിട്ടിയില്ല, അപ്പം ഞാൻ ഇതിലങ്ങ് ഒതുങ്ങി കൂടി. നല്ല എണ്ണ കേട്ടോ, നല്ല രസമുണ്ടോ, തണുപ്പ് പോകും. പിന്നെ ഗൈസ് ഞാൻ നിങ്ങൾക്ക് സാധനം കാണിച്ചു തരാം. ഐ വിൽ ഷോ യു. വെയിറ്റ് എ മിനിറ്റ്. കഴിഞ്ഞ വീഡിയോ എൻ്റെ ഹോളിൽ നിന്ന് കഴിഞ്ഞ് എടുത്തിനത്. ഇപ്പോൾ അവിടെ ഭയങ്കര ബഹളമായതുകൊണ്ട് ഉമ്മൻ്റെയും മക്കൾസിൻ്റെ ഒക്കെ പഠിക്കുന്ന ബഹളമായതുകൊണ്ടാണ് ഞാൻ കിച്ചണിൻ്റെ ഒരു സൈഡിൽ നിന്ന് വ്ളോഗ് എടുക്കുന്നത്. സോ ഗൈസ് ഒന്ന് വിചാരിക്കട്ടെ, ആൻഡ് ഐ വിൽ ഷോ യു എന്താണ് ഞാൻ കാണിക്കാൻ വന്നത്. ക്യാമറ തട്ടി. ഞാൻ ഇന്നലെ കോയിൻകോ ഇത് കവർ എങ്ങനെയുണ്ട്, ഫോൺ കവർ, ഒരു ഫോൺ കേസ് വാങ്ങി. അതിൻ്റെ കൂടെ ഈ ഒരു ചെറിയ ടെഡി ബിയറിൻ്റെ ടെഡി ബിയർ റാബിറ്റ്, ഐ തിങ്ക്
റാബിറ്റ് ആണെന്ന് തോന്നുന്നു അല്ലേ. യാ റാബിറ്റ്. ഒരു ചെറിയ നല്ല മിന്നിത്തിളങ്ങുന്ന വിജരംഭിച്ചൊരു കളറായി പോയല്ലേ. വേറെ ഒന്നും കിട്ടിയില്ല. എൻ്റെ ഫോണ് iPhone 13 Pro Max. ആ ഫോണിന് പറ്റിയ നല്ലൊരു കവറ് ഇതായിരുന്നു ഞാൻ കണ്ടത്. സോ ഞാൻ കോൻകോ ബസാറിൽ നിന്ന് നല്ല പാകം വിലക്ക് മേടിച്ച എൻ്റെ ബ്യൂട്ടിഫുൾ കവർ നോക്കുക ഗൈസ്. ദിസ് ഈസ് ഒരു ഹാർട്ട് ഷേപ്പ്, ഒരു ഹാർട്ട് എന്തോ ആവുന്നു. നൈസാണ്. കളർ എനിക്ക് ഇഷ്ടമായിട്ടോ. സംഭവം കുറച്ച് വിചാരിപ്പിച്ചതാണെങ്കിലും ആൻഡ് ഈ കളറിനനുസരിച്ചിട്ട് ഒരു ചാമ ലൈക്ക് മുത്ത് പോലത്തെ ചാമാണ് ഇഷ്ടം. പക്ഷെ കിട്ടിയില്ല. അത് ഇങ്ങനത്തെ കളർ ചാമായി പോയി ഉള്ളത്, ഒരു ലൈറ്റ് കളർ. അപ്പൊ ഇതിനക്ക് ഒരു സുഖല്ലേ ഇട്ട് നോക്കിയിട്ട്. അപ്പൊ എനിക്ക് ഈ ടെഡി ബിയർ ഈ റാബിറ്റിൻ്റെ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായി. സോ ഞാൻ ആളെ കൊണ്ട് ഇവിടെ ഇടിച്ചു. നൈസ് അല്ലേ എൻ്റെ. അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വീഡിയോ എടുക്കട്ടോ. ആൻഡ് ഇത് എൻ്റെ അനിയത്തിക്ക് മേടിച്ചെടുത്തതാണ്. ഓൾത് സാംസങ് എസ് എത്രോണ് എനിക്കറിയില്ല. ഇത് നല്ല പൂക്കി പിൻട്രസ്റ്റ് വൈബ് ഒക്കെ ഇങ്ങനത്തെ ആട്ടോ ഇഷ്ടം. ഇത് രണ്ട് രീതിയിൽ ഇതാക്കാം. ഒന്ന് ഇതിൻ്റെ ഉള്ളിലുള്ള ഇതുണ്ടല്ലോ മിന്നുന്ന സാധനം, ഇത് വിത്തൗട്ട് അത് യൂസ് ചെയ്യാം. ഇത് മാത്രമായിട്ട് ഇത് നൈസാണല്ലേ. ഇത് പിന്നെ ഇതിട്ടിട്ട് മിന്നുന്ന ഇട്ടിട്ട് യൂസ് ചെയ്യാം കേട്ടോ ഗൈസ്. അപ്പോൾ ഇതും നൈസാണ്. എൻ്റെ ഗൈസ് ഇവിടെ കിട്ടുമോ? ഇതിങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ. ഇതല്ലേ ഞാൻ പോട്ടെ. എനിക്കിഷ്ടമായിട്ടോ. എനിക്ക് ലൈക്ക് ഇങ്ങനത്തെ പിൻട്രസ്റ്റ് പൂക്കി വൈബുള്ള സാധനങ്ങൾ ഭയങ്കര അട്രാക്ഷൻ തോന്നുന്ന സാധനങ്ങളാണ്. എനിക്ക് ഈ കളറെല്ലാം ഇഷ്ടമായി. ഇതിൽ കാണാൻ ഡ്രസ്സ് ഉണ്ട്, നേരിൽ കാണാൻ നല്ല ഡ്രസ്സ് ഉണ്ട്. ആൻഡ് ഇതുപോലത്തെ കട്ടൊക്കെ ഇഷ്ടം. എനിക്ക് മറ്റേ ഡാർക്ക് തീമൊന്നും എനിക്ക് എന്നോട് ഭയങ്കര ഇതൊന്നുമില്ല. സോ എനിക്കിത് ഇഷ്ടം. ഇന്ന് ഞാൻ ഇത് ക്ലാസ്സിലേക്ക് കൊണ്ടുപോയി. ഇതിട്ടിട്ടാണ് പോയത്. പക്ഷേ ഇത് ക്ലാസ്സിലേക്ക് ഇട്ടാൻ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇങ്കായി. എൻ്റെ റാബിറ്റിൻ്റെ മുകളിൽ നിങ്ങൾ കാണുന്നുണ്ടോ? കണ്ടില്ലേ ഒരു നീല കളറ് കാണുന്നുണ്ടോ? കണ്ടില്ലേ? ഇതായി. അപ്പം എനിക്ക് ഭയങ്കര വിഷമമായി. അപ്പം ഞാൻ അത് ഊരി വെച്ചിട്ടോ. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിക്കാം, ഇത് ഊരി വെക്കാനാണെങ്കിൽ എന്തിനാ വാങ്ങിയത്? ഇതിടാനല്ലേ. സോ ഞാനിത് കാണിച്ചു തരാൻ വിചാരിച്ചു. അതെൻ്റെ അനിയത്തിൻ്റെതും എൻ്റെതും ഇമ്മൻ്റെതും ഞാൻ മാറ്റിട്ടോ. ഇമ്മൻ്റെത് ഫോണ് 8+ ആണ്, പണ്ടത്തെ 8+ ഐഫോൺ. അപ്പം അതിന് നോർമലായിട്ടൊരു ഗ്ലാസിൻ്റെ ട്രാൻസ്പെറൻറ്റ് ഗ്ലാസിൻ്റെ കവറായിട്ടത് കേസ് കവറെന്ന് ഞാൻ ഇപ്പോൾ കവറും പറഞ്ഞു കവറായി കേസ് കേട്ടോ. ഫോൺ കേസ് തണുത്തു പോയി. സോ ഞാൻ വാങ്ങിയത് ഇതൊക്കെ തന്നെ. ഇത് കാണിച്ചു തരാൻ വന്നതാണ്. ഇതൊക്കെ പോരാഞ്ഞിട്ട് ഒരു ഡാർക്ക് പാൻസ്. ഞാൻ പറയട്ടെ, ഞാനിന്ന് ജിമ്മിന് പോയില്ല. ഞാൻ ഇന്ന് മടിച്ചിയായിട്ട് ജിമ്മിന് പോയിട്ടില്ല. ചോക്ലേറ്റ് ഈസ് മൈ വീക്ക്നെസ്. I love eating. കഴിക്കാൻ ഭയങ്കര ഇഷ്ടം. തടി കൂടുന്നുള്ള പ്രശ്നമില്ലെങ്കിൽ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ കഴിച്ചു തരാം. ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെ ഉള്ളൂ. എനിക്കിങ്ങനെ വിളിച്ചിങ്ങനെ പറയാനുള്ളൂ. പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. നെക്സ്റ്റ് വീഡിയോ എന്തായിരിക്കും ഞാൻ ഇങ്ങനെ ഒരാഴ്ച നീണ്ട് ആലോചിക്കും. എന്നിട്ട് അടുത്ത വീഡിയോക്ക് വരുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, നമ്മുടെ ഫോണിൽ ഞാൻ മാറ്റിയത് ഇതാണ് കവറ്, ടാസിൻ്റെ. ഇതിൻ്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ അവിടെ നിന്ന് എനിക്ക് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എനിക്കറിയാം പറയാനേ. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് യെല്ലോ കളർ ആവുമല്ലോ.
ഞാൻ അയാളോട് ചോദിച്ചു ഈറ്റ കുറെ ഇട്ടിട്ടുണ്ട് എന്നിട്ട് ബ്രൗൺ ആയി ബ്ലാക്ക് വരെ ആയിട്ടുണ്ട് സോ ഇത് അങ്ങനെ ആവുന്നു പക്ഷെ ഇത് ലൈക്ക് റബ്ബർ അല്ല ഇത് ഗ്ലാസ് അല്ലേ ലൈക്ക് ഗ്ലാസ് ആണ് ഒട്ടൂല സോ ഇത് ഗ്ലാസ് ആണ് അപ്പം ഇത് യെല്ലോ കളർ ആവില്ല നൈസ് കവർ ആൻഡ് ഇത് കാണുമ്പോൾ ലൈക്ക് ഫുൾ ഫോണിൻ്റെ യഥാർത്ഥ ലുക്ക് കാണുന്നുണ്ട് എൻ്റെ ഫോണില്ലേ ഇങ്ങനത്തെ കേസ് കിട്ടാത്തോണ്ട് എടുക്കാത്തത് സോ ഗൈസ് ഇന്നത്തെ വീഡിയോ ഞാൻ മൈൻഡ് ചെയ്യുന്നു അപ്പോൾ ബൈ നെക്സ്റ്റ് വീഡിയോ ആലോചിക്കട്ടോ ഞാൻ പറഞ്ഞില്ല ഒരാഴ്ച മിനിമം കാലിക്കണമെങ്കിൽ സമയമാണ് നീണ്ട ഒരു ബ്രേക്കിന് ശേഷം അടുത്ത വീഡിയോയിൽ ഞാൻ വരുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ് ഞാൻ ചാമ്പ്യൻ കേൾക്കുന്നുണ്ടല്ലേ എനിക്ക് ഇറിറ്റേറ്റ് ആണത് വീഡിയോ കേൾക്കുമ്പോൾ എനിക്ക് ഇറിറ്റേറ്റ് ആവും ഞാൻ ചാമ്പ്യൻ ഞാനും അറിയില്ല സോ ഗൈസ് നെക്സ്റ്റ് വീഡിയോ ആലോചിച്ചിട്ട് വരാം ഇന്നത്തെ വൈൻഡിങ് അപ്പ് കണ്ടന്റ്ലെസ് വ്ളോഗ് ഇസ് ഓവർ അപ്പോൾ ഓക്കെ next video. Bye. With love.